ന്യൂസിലേക്ക് വീണ്ടും ശക്തമായ കാറ്റിനു പിന്നാലെ ദില്ലിയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത ആലിപ്പഴ വർഷം. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ദില്ലിയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. YS അഭിനന്ദ വിവരങ്ങൾ നൽകും. അഭിനന്ദ, എന്താണ് ഇപ്പോൾ ദില്ലിയിലെ ഒരു കാലാവസ്ഥ? ഷിഹാസ, ദില്ലിയിൽ ഇപ്പോൾ ശക്തമായ കാറ്റ് അത് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചുഴലിക്കാറ്റിന് സമാനമായിട്ടുള്ള കാറ്റായിരുന്നു അല്പം മുമ്പ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു നേരിയ ശമനം കാറ്റിനകത്ത് ഉണ്ട്. എന്തായാലും ഓറഞ്ച് അലേർട്ടാണ് ദില്ലിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചൂടിന് ആശ്വാസമായി മഴ വരുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ ഉത്തർപ്രദേശിൽ അങ്ങനെ ആശ്വാസമായി വന്ന മഴ ഒരു ദുരിത മഴയായി മാറുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ടുള്ള ജാഗ്രത പാലിക്കണമെന്നാണ് പറയുന്നത്. അല്പം മുമ്പ് നമ്മൾ ഈ ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കൊടുങ്കാറ്റിന് സമാനമായിട്ടുള്ള കാറ്റിങ്ങനെ അടിച്ച് വീശുകയായിരുന്നു. ഇപ്പോഴും അതിൻ്റെ തോത് അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നേരിയ ശമനമാണ് നിലവിലുള്ളത്. എന്തായാലും ദില്ലിയിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. അടുത്ത 3 മണിക്കൂർ കൃത്യമായ ജാഗ്രത പാലിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. NCR മേഖലയിലും ഒപ്പം തന്നെ ദില്ലിയുടെ പരിസര പ്രദേശങ്ങളായ നോയിഡയിലും ഫരീദാബാദിലും അടക്കം ഇപ്പോൾ തകർത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും എല്ലാവരും കൃത്യമായ ജാഗ്രത പാലിക്കണമെന്നാണ് വ്യക്തമാക്കിയത്. ഓറഞ്ച് അലേർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇപ്പോഴും കാറ്റിങ്ങനെ ആഞ്ഞടിച്ച് വീശിക്കൊണ്ടിരിക്കുകയാണ്. ഗതാഗതമൊക്കെ അല്പം മുമ്പ് അവിടെ ദില്ലിയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ശക്തമായ മഴയുണ്ട്, കാറ്റുണ്ട്, ആലിപ്പഴ വർഷവുമുണ്ട്. ഇനി സംസ്ഥാനത്തേക്ക് കേരളത്തിലേക്ക് വരുന്നു. അടുത്ത 3 മണിക്കൂർ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. സ്വാന്തന സാജു വിവരങ്ങൾ നൽകും. സ്വാന്തന, കുറേ ദിവസങ്ങളായി നമ്മൾ ഈ കടുത്ത ചൂടും കടുത്ത വെയിലും അതിന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ചൂടിന് ആശ്വാസമായി മഴ വരികയാണ്. അപ്പോൾ വരുന്ന മണിക്കൂറുകളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പ്രതീക്ഷിക്കുന്ന ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് സ്വാന്തന? ഷിഹാസ്, വരും മണിക്കൂറിൽ മഴയുണ്ടാകുമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരുന്നതാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ 7 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. യെല്ലോ അലേർട്ട്, ഒറ്റപ്പെട്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരുന്നത്. എന്നാൽ വരുന്ന 3 മണിക്കൂറിലേക്ക് 4 ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 4 ജില്ലകളിൽ അതിശക്തമായ മഴ വരുന്ന 3 മണിക്കൂർ, അതായത് 3 മണി മുതൽ 6 മണി വരെയുള്ള സമയത്തിനിടയ്ക്ക് അതിശക്തമായ മഴ ലഭിക്കും എന്നുള്ളൊരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ തന്നെ പത്തനംതിട്ട, ഇടുക്കി, ഈ 4 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് ഉള്ള സാധ്യത മുൻനിർത്തി ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് മാത്രവുമല്ല, 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാനും അതുപോലെ തന്നെ ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നുള്ള ഒരു അറിയിപ്പ് കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ പരമാവധി എല്ലാവരും പാലിക്കാൻ ശ്രദ്ധിക്കുക.